ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മാന്ത്രിക കുടം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വയലിലേക്ക് ജോലിക്ക് പോകുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം വയലിലേക്ക് പോയി. വയലിലെ ജോലികൾ ചെയ്യുകയായിരുന്നു. അദ്ദേഹം കോടാലി ഉപയോഗിച്ച് വിത്തുകൾ മുളപ്പിക്കുവാൻ വേണ്ടി കുഴിയെടുക്കുകയായിരുന്നു. അപ്പോഴതാ കുഴിയിൽ നിന്നൊരു മൺകലം കണ്ടുകിട്ടി. അദ്ദേഹം ആ മൺകലം പുറത്തെടുത്ത് ഒരു മരത്തണലിൽ വെച്ചു. എന്നിട്ട് കൃഷിക്കാരൻ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. ജോലി ചെയ്ത് ക്ഷീണിതനായ കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കോടാലിയെടുത്ത് ആ മൺകലത്തിൻ്റെ ഉള്ളിൽ വെച്ച് വിശ്രമിക്കാൻ പോയി. കുറച്ചു സമയത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് കോടാലി എടുക്കാൻ ആ മൺകലത്തിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ആ ഒരു കോടാലിയുടെ സ്ഥാനത്ത് അതാ 100 കോടാലി. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. ഇതെന്താണ് ഇങ്ങനെ? ആ കൃഷിക്കാരൻ ഒരു കല്ലെടുത്ത് ആ മൺകലത്തിനുള്ളിലേക്കിട്ടു. അടുത്ത നിമിഷം തന്നെ ആ കല്ലുകൾ 100 എണ്ണമായി. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. സന്തോഷത്തോടെ ആ മാന്ത്രിക കുടമെടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇനി എൻ്റെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യവും മാറും. ദൈവമേ, നന്ദി. എന്നിട്ട് കൃഷിക്കാരൻ ആ മൺകലം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റൂമിൽ വെച്ച് പൂട്ടിയിട്ടു. അദ്ദേഹത്തിന് വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഷ്ണം തുണിയെടുത്ത് ആ മൺകുടത്തിനുള്ളിലേക്ക് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ തുണി തന്നെ കിട്ടി. പതിയെ പതിയെ അദ്ദേഹം ധനികനായി മാറി. അങ്ങനെ പതിവ് പോലെ അദ്ദേഹം വയലിലേക്ക് ജോലിക്ക് പോകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവൻ എങ്ങനെ ഇത്രയും പണക്കാരനായി? ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ കൃഷിക്കാരൻ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതും മുറിയിലേക്ക് പോയി ഒരു സ്പൂൺ പാല് മാന്ത്രിക കുടത്തിനുള്ളിലേക്ക് ഒഴിച്ചു. അപ്പോൾ തന്നെ ആ കുടം നിറയെ പാൽ. ഇതെല്ലാം ജനലിലൂടെ ഒളിച്ചു നിന്ന് കൃഷിക്കാരൻ്റെ സുഹൃത്തുക്കൾ കാണാനിടയായി. ഓഹോ, ഇതാണ് കാര്യം. കൃഷിക്കാരൻ്റെ സുഹൃത്തുക്കൾക്ക് കാര്യം പിടികിട്ടി. ഒരു ദിവസം കൃഷിക്കാരൻ വയലിലേക്ക് പോയപ്പോൾ ഈ സുഹൃത്തുക്കൾ കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് കയറി റൂമിൽ നിന്നും ആ മാന്ത്രിക കുടം മോഷ്ടിച്ചു അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സുഹൃത്തിലൊരാൾ ഈ മാന്ത്രിക കുടത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു കൈ ആ മാന്ത്രിക കുടത്തിനുള്ളിലേക്ക് ഇട്ടു നോക്കി. അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ കൈ 100 എണ്ണമായി. അദ്ദേഹത്തിന് പേടിയായി. എന്ത് ചെയ്തിട്ടും കൈ പഴയ സ്ഥിതിയിലേക്ക് ആവുന്നില്ല. അദ്ദേഹം വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തുനിന്ന് ആളുകൾ ഇദ്ദേഹത്തെ കണ്ടതും പേടിച്ചോടി. ഇത് കണ്ട കൃഷിക്കാരനെ കാര്യം മനസ്സിലായി. ഇവർ ആ മാന്ത്രിക കുടം മോഷ്ടിച്ചു. കൃഷിക്കാരനും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടാൻ പാടുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുവാനും പാടില്ല. അപ്പോൾ ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും വേറെ കഥയായിട്ട് കാണാം. ബൈ.